ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടിയില്ലെങ്കിലും രാജസ്ഥാൻ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും രാജസ്ഥാൻ സ്ഥിരതയോടെ കളിച്ചു. IPLിലെ ഏറ്റവും മികച്ച സന്തുലിത ടീമാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ ടീം പൊളിയുന്നതിനെ പറ്റി ആരാധകർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ രാജസ്ഥാൻ ടീം രണ്ടായി പിളരാൻ പോവുകയാണ്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. എല്ലാ താരങ്ങളെയും ഒഴിവാക്കേണ്ടി വരും. 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ഇപ്പോഴിതാ മെഗാലയത്തിൽ രാജസ്ഥാന് വലിയ പണി കിട്ടിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീം നിലനിർത്തുന്ന താരങ്ങൾ സഞ്ജു, ബട്ട്ലർ, ജയ്സ്വാൾ, ട്രെൻറ്റ് ബോൾട്ട്. ബാക്കി എല്ലാ താരങ്ങളെയും രാജസ്ഥാൻ ടീമിനെ ഒഴിവാക്കണം. പക്ഷേ ഇവിടെ രാജസ്ഥാന് പണിയായിരിക്കുന്നത് മെഗാ ഓപ്ഷനാണ്. രാജസ്ഥാൻ ടീമിന് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും നല്ല താരങ്ങളുണ്ട്. മെഗാ താരലേലം രാജസ്ഥാന് ഇഷ്ടമല്ല. കാരണം ഇത്ര മികച്ച ടീമിനെ ഇനി ലേലത്തിന് ശേഷം രാജസ്ഥാന് ലഭിക്കില്ല. എല്ലാ നല്ല താരങ്ങളെയും ഒഴിവാക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ മെഗാ ലേലത്തിന് മുന്നേ ജയ്സ്വാളിനെ രാജസ്ഥാൻ 4 കോടിക്കാണ് റിട്ടേൺ ചെയ്തത്. കാരണം ജയ്സ്വാൾ അൺകേപ്ഡ് താരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ജയ്സ്വാള് ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് രാജസ്ഥാന് കൂടുതൽ പൈസ ഇറക്കേണ്ടി വരും. ഇപ്രാവശ്യത്തെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് രാജസ്ഥാൻ ടീമിനാണെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാരണം രാജസ്ഥാൻ ടീമിൽ എല്ലാവരും മികച്ച പ്ലേയേഴ്സാണ്. ഇവരെയെല്ലാം റിലീസ് ചെയ്താൽ പിന്നെ രാജസ്ഥാനെ വിളിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അത്രയും വലിയ തുക ഇനി രാജസ്ഥാന്റെ പേസിൽ ബാക്കിയുണ്ടായിരിക്കില്ല. അതുപോലെയാണ് എല്ലാ താരങ്ങളും. രാജസ്ഥാന് മെഗാ ഓപ്ഷൻ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. രാജസ്ഥാൻ ടീം പൊളിയാൻ പോവുകയാണ്. അടുത്ത വർഷം ചിലപ്പോൾ ഒരു മോശം രാജസ്ഥാൻ ടീമിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുവിധം നല്ല കളിക്കാരെല്ലാം ലേലത്തിലേക്ക് പോവുകയാണ്. ലേലത്തിൽ മികച്ച താരങ്ങളെ രാജസ്ഥാൻ സ്വന്തമാക്കി അടുത്ത IPLിൽ രാജസ്ഥാൻ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.